നമുക്ക് ആദ്യം വേണ്ടത് ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് ടൈം പരീക്ഷിക്കുകയാണ്, ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ സക്സസ് ആയാൽ മാത്രമേ കാണുള്ളൂ. ഇവരൊക്കെ ചിക്കൻ സൂപ്പിന് ആദ്യം വേണ്ട ചിക്കൻ വേവിക്കണം. അപ്പോൾ ചിക്കൻ നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ടു. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉള്ളി, ഒരു 3 ചെറിയ ഉള്ളി നോർമൽ ഉള്ളി തന്നെ, പക്ഷെ അത് ചെറിയ വണ്ണ സൈസ്. പിന്നെ കുറച്ച് ക്യാരറ്റ്, 2 ക്യാരറ്റ്, ചെറിയ ക്യാരറ്റ് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഇത് കൂടാണ്ട് ഇനി വേണ്ടത് ഇത്തിരി ഉപ്പ്. ചിക്കനിൽ ഉപ്പ് പിടിക്കണമല്ലോ, അവർ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ്. അപ്പോൾ ചിക്കനിൽ ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ലോണം കുരുമുളക് ഇട്ടാണ് വേവിക്കുന്നത്. നല്ലോണം കുരുമുളക് ഇട്ടിട്ട് നമുക്കിതിൽ ചിക്കനിലോട്ട് ഇനി ഇത്തിരി വെള്ളം ഒഴിക്കണം. വേവാനുള്ള ഇത്തിരി വെള്ളം. ഈ വെള്ളം പിന്നെ നമ്മൾ മാറ്റി വെക്കും സൂപ്പിലേക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വേവാൻ വേണ്ടി അടുപ്പത്തോട്ട് വെക്കാം. ചിക്കൻ വേവാൻ വേണ്ടി വെക്കാം. നന്നായി അടച്ചു വെക്കാം. ഇനി നമുക്ക് ചിക്കൻ സൂപ്പിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു, ഇത്തിരി ഓയിൽ ഇട്ടിക്കുക. ആ ഓയില് അപ്പോൾ നമ്മൾ ഇത്തിരി ഓയിൽ ഇട്ടിച്ചിട്ട് ഓയിലിൽ വെളുത്തുള്ളി ഒന്ന് ഇതാക്കി എടുക്കാം. വെളുത്തുള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെളുത്തുള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ആ വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒരു മണം നന്നായിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർക്കാം. ഉള്ളി നന്നായിട്ട് ഉള്ളി ഒന്ന് വാടി വരാൻ നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വാടാൻ ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് കത്തിയിടോ. നന്നായി വാടി വരികയാണ്. ആ വെളുത്തുള്ളി ഉള്ളിയും കൂടി നന്നായി വാടി വരുന്നതാണ്. നല്ലോണം ഒന്ന് വാടി കിട്ടട്ടെ. ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ക്യാരറ്റ് ഒന്ന് നന്നായി സോർട്ട് ചെയ്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ബീൻസ്, സ്പ്രിങ് ഓണിയൻ ഇതൊക്കെ ചേർത്താൽ നല്ലതാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് കുറച്ച് ചിക്കൻ്റെ പീസ് ബാക്കിയുള്ളപ്പോൾ ഞങ്ങൾ ചെയ്തൊരു സൂപ്പാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല സക്സസ്ഫുള്ളായ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെന്തായാലും പറയുന്നതായിരിക്കും വീഡിയോൻ്റെ എൻഡിൽ. നമുക്ക് ഈ കാബേജും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കാബേജും കൂടി നമ്മളൊന്ന് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഇതിലോട്ട് നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ വെള്ളം, ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു. ചിക്കൻ വേവിച്ച കുരുമുളകും ഉപ്പും ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നമ്മൾ വേവിച്ച ചിക്കൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ നമ്മളെ സൂപ്പ് നല്ലതാ തിളച്ച് വന്നിരിക്കുന്നു. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഇതിലോട്ട് ചിക്കൻ പിച്ചി ചീന്തിയത് ഇതിലോട്ടിടാം. നമ്മൾ വേവിച്ച ചിക്കൻ നമ്മൾ പിച്ചി ചീന്തിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് വേവിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഇത്തിരി ചെറുനാരങ്ങ നീരൂറ്റിക്കണം. നിങ്ങളുടെ വീട്ടിൽ വിനീഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ഊറ്റിക്കാം. ഞാൻ വിനീഗർ ഇല്ലാത്തത് കൊണ്ട് നീര് നന്നായിട്ട് ഊറ്റിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കോൺഫ്ലവർ നന്നായി കലക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഇത്തിരി മല്ലിയിലയും കൂടി ലാസ്റ്റ് ചേർക്കാം. ലാസ്റ്റ് നമുക്ക് ഇത്തിരി മല്ലിയിലയും കൂടി ചേർത്ത് നമ്മുടെ സൂപ്പ് കിട്ടിയായി. നമ്മുടെ മല്ലിയിലൊക്കെ ഇട്ട് അടിപൊളി. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കാനുണ്ട്. മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് സൂപ്പാക്കി എടുക്കാം. നമുക്കിത് സിമ്മിൽ വെക്കാം. അധികം തീയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ സൂപ്പ് നന്നായി വന്നിട്ടുണ്ട്. എന്താ സ്മെല്ല്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാവർക്കും ടേസ്റ്റ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ഭർത്താവേ സൂപ്പ്? ടേസ്റ്റി എന്തെങ്കിലും ചിക്കനും എല്ലാം ഇട്ട് വെജിറ്റബിൾ എല്ലാം ഇട്ട് വെജിറ്റബിൾ എല്ലാം ഉള്ള സൂപ്പ് അല്ലേ? എന്തായാലും പരീക്ഷണം ഫെയിലായില്ലല്ലോ. സിൻസിയർ റിവ്യൂ പറയൂ. ആണ് രസമുണ്ട്. അതുകൊണ്ട് ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയുണ്ടല്ലോ. ടേസ്റ്റ് ഉണ്ട്, കഴിയാൻ പറ്റും.